ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല, ചുമ്മാ ഒരു വീഡിയോ കണ്ടിട്ട് വരും. ഇന്ന് ശ്രീകുട്ടന് വയ്യാത്തതുകൊണ്ട് ഞാൻ ലീവ് എടുത്തു. അവൻ ഒരാഴ്ചയായിട്ട് പനിയായിട്ട് ലീവായിരുന്നു. ചെറിയൊരു ജലദോഷത്തിൽ തുടങ്ങിയതാണ്, പിന്നെ അത് പനിയായി. പിന്നെ ദേ ഇന്നലെ മുതൽ ഛർദി തുടങ്ങി. ഛർദി എനിക്ക് തോന്നുന്നു ഫുഡ് ഇൻഫെക്ഷൻ ആയിരിക്കും എന്ന്, കാരണം പനിയും ഉണ്ട്, അതിൻ്റെ കൂടെ എന്തൊക്കെയോ പുറത്തുനിന്നുള്ള ഫുഡുകൾ കഴിച്ചിട്ടുണ്ട്, അതായിരിക്കും എന്ന് വിചാരിക്കണു. അവന് പൊതുവെ എന്തെങ്കിലും പറ്റാണ്ടായി അത് ഛർദ്ദിച്ച് പോകും, അത് കഴിഞ്ഞാൽ അവൻ ഉഷാറാവും. അപ്പം അങ്ങനെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇന്ന് ലീവ് എടുക്കേണ്ടി വന്നു. അപ്പം അവൻ്റെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. രാവിലെ മുഴുവൻ ഹോസ്പിറ്റലും അങ്ങനെയൊക്കെ ആയിട്ട് പോയി. കാരണം ഹോസ്പിറ്റലിൽ പോയി വന്നിട്ട് ശേഷം അവൻ കുറച്ച് ഛർദ്ദിക്കുകയൊക്കെ ചെയ്തു, അതങ്ങനെ പോയി. പിന്നെ ആ ഉച്ചയ്ക്കുള്ള കുറച്ച് ഫുഡ് മാത്രമാണ് അവൻ കഴിച്ചിട്ടുള്ളത്. അപ്പം ഞങ്ങളിങ്ങനെ വൈകുന്നേരം ഒരുമിച്ചിരിക്കുകയാണ്. അപ്പോൾ അവന് ഇഷ്ടമുള്ള ടി വിയിൽ എന്തോ കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ടീൻ ടൈറ്റൻസ് സംതിങ് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ശരിക്കും ബോറടിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഉറക്കം വരുന്നൊക്കെ ഉണ്ട്, കാരണം രാത്രി നല്ലോണം ഉറക്കം ഒഴിച്ചിട്ടുണ്ട്. കാരണം ഇവൻ 12 മണിക്ക് ഛർദ്ദിച്ചു. അതിന് ശേഷം നമുക്ക് നേരെ ഉറങ്ങാൻ പറ്റില്ല, ഇത് മുഴുവൻ ക്ലീൻ ചെയ്ത് പിന്നെ ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. അപ്പോൾ CN കാർട്ടൂൺ നെറ്റ്വർക്കിൽ ഇങ്ങനെ അവൻ എന്തോ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഞാനും വെറുതെ കമ്പനി കൊടുത്തു. അങ്ങനെ എനിക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ലാണ്ട് കാണുകയാണെന്ന് എൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. നോർമലി ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, നമ്മൾ എപ്പോഴാണോ ലീവ് ആവണം അപ്പോൾ സ്കൂളിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കും. പാരൻസ് വിളിക്കും, സെക്ഷൻ ഹെഡ് വിളിക്കും, അങ്ങനെ ഒരു ദിവസമായിരുന്നു. ശരിക്കും എനിക്ക് ബോറടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ശരി ഹാള് ഒരു ടൂർ വീഡിയോ ആയിട്ട് ചെയ്യാം. അങ്ങനെയല്ല, മൊത്തത്തിൽ ഹോം ടൂറാണ് എല്ലാവരും ചെയ്യുമെങ്കിലും ഞാൻ ഓരോരോ റൂമായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് എൻട്രൻസ്. ഒരു വലിയ പിടിയൊക്കെ ആയിട്ട് ഒരു ഡോറുണ്ട്. ഇങ്ങനെ ഡോറ് തുറന്ന് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരു L ഷേപ്പ് സെറ്റ് ചെയ്യണം. നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് 2-3 ദിവസമായിട്ടുള്ളത് കൊണ്ടുവന്നിട്ട് മെല്ലെ ഓരോ ഐറ്റംസ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്തിട്ടില്ല. വീട് ഇരുന്നിട്ട് ഇപ്പോൾ 1 മാസം ആറായി. എന്നിട്ട് നമ്മൾ മെല്ലെയാണ് ഓരോന്ന് സെറ്റ് ചെയ്ത് തുടങ്ങിയത്. അവൻ ഇടയ്ക്കിടയ്ക്ക് പനി ഉണ്ടോ എന്ന് തൊട്ട് നോക്കുന്നുണ്ട്. ഇനി ഇതാ കാർപ്പറ്റ്, പഴയ കാർപ്പറ്റാണ്, പക്ഷെ അത് വാഷ് ചെയ്തിട്ടപ്പോൾ മാച്ചായി തോന്നിയത്. ഇനി ഇതിൻ്റെ മേലേക്ക് ഈ ടീപ്പോയി എടുത്ത് വെക്കണം. ഇതും പഴയ തന്നെയാണ്, ഗ്ലാസ്സൊക്കെ മാറ്റി ഒന്ന് പോളിഷ് ചെയ്ത് കുട്ടപ്പനാക്കി. ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ ഈ ബുദ്ധൻ്റെ ഒരു ഫ്രെയിം ചെയ്തിട്ടുള്ള ഒരു രക്ഷട്ടൻ തന്നെ വർക്ക് ചെയ്തിട്ടുള്ളത്. രാജേഷ് രാമൻ 2023 വരച്ചതാണ്. ഇതൊരു പരീക്ഷണം വരെ ആയിരുന്നു, കുറേ പെയിൻറ്റ് വാരിക്കോരി ഒഴിച്ചിട്ട്. ഇത് ഗിഫ്റ്റ് കിട്ടിയതാണ്. പിന്നെ ഇതൊക്കെ അവൻ്റെ ആക്രി സാധനങ്ങളാണ്. ഇത് എനിക്ക് എപ്പോഴേക്കോ ഗിഫ്റ്റ് കിട്ടിയ സമ്മാനങ്ങളും ട്രോഫീസും അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. പിന്നെ ഇതാണ് TV യൂണിറ്റ്. ഇത് TVയിൽ അവൻ എന്തൊക്കെയോ കാണുന്നുണ്ട്. ഈ ഉരുളി ഗിഫ്റ്റ് കിട്ടിയതാണ്. അപ്പോൾ അതിൽ പൂവൊക്കെ വെക്കണം എന്ന് വെച്ചിട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ചിരിക്കണതാണ്, അത് ചെയ്തിട്ടില്ല. ഇതവൻ്റെ ചങ്ക് ഫ്രണ്ട്സാണ് അതിൻ്റെ ഉള്ളിൽ കിടന്ന് നീന്തി തുടിക്കുന്നത്. മീനുകൾ അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് അങ്ങനെ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്, വേറെ എവിടെയും കൊണ്ട് വെക്കണ്ടെന്ന് പറഞ്ഞിട്ട്. ഇതാണ് TV യൂണിറ്റിന് മുഴുവനായിട്ടുള്ളൊരു ഭാഗം. ഇനി ഇതാ മേലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ശരിക്കുള്ള രൂപം ഇതാണ് കേട്ടോ. പെയിൻ്റൊന്നും ഫുള്ളായിട്ട് അടിക്കാത്തതുകൊണ്ട് വൈറ്റായിട്ട് ഇരിക്കണേ. ശരിക്കും വീട് അങ്ങനെ ഇരിക്കും. അതെൻ്റെ ഒരു ഫ്രണ്ട് ചെയ്തു തന്നാണ്. ഇതാണ് ഡൈനിങ് ടേബിൾ. 6 കസേരകൾ വരുന്നുണ്ട്. പിന്നെ ടോപ്പ് ബ്ലാക്ക് ഗ്ലാസ് വരുന്ന ടേബിളാണ് വരുന്നത്. നമുക്ക് ബ്ലാക്ക് തന്നെ വേണമെന്നുണ്ടായിരുന്നു. ബ്ലാക്കും മരത്തിൻ്റെ കളറുമായിട്ടുള്ള കോമ്പിനേഷൻ ആയിരുന്നു ഇഷ്ടം, അത് തന്നെ കിട്ടി. ഇവിടെ തന്നെയാണ് നമ്മൾ പൂജാ സ്പേസ് സെറ്റ് ചെയ്ത്. പൂജയൊന്നും ചെയ്യണ ഒരു കൂട്ടത്തിലല്ല, എപ്പോഴെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചാലായി. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ അതിനടിയിൽ തന്നെ വെക്കാനും, നമ്മൾ പഴയൊരു സംഭവമായിരുന്നു, അതിനെ റിനോവേറ്റ് ചെയ്തെടുത്തതാണ്. അങ്ങനെ കൃഷ്ണനും ഗണപതിയൊക്കെ ആയിട്ട് അവിടെ. ഇനി ഈ സ്റ്റെയർ കയറിക്ക് മേലേക്ക് പോവാം. ഇതാണ് 2 ഫാൻ. ഹാളിൽ 2 ഫാനുണ്ട്, 2 ബ്ലൂക്കറിൻ്റെയാണ്, അതും ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇവിടെ സ്വന്തമായി വാങ്ങിച്ച സാധനങ്ങൾ കുറവായിരിക്കും തോന്നുന്നു. അങ്ങനെ ക്ലോക്ക് അങ്ങനെ. പിന്നെ ഇതും ഒരു ഗിഫ്റ്റ് കിട്ടിയ പിക്ചറാണ്. പിന്നെ ഇതിലേതൊക്കെയാണ് ലൈറ്റ് സ്വിച്ച് എന്നൊന്നും എനിക്ക് അറിയുന്നില്ല. എല്ലാ സ്വിച്ച് ഇട്ട് നോക്കുന്നുണ്ട്. ലാസ്റ്റ് ഞാൻ കണ്ടുപിടിച്ചു, യെസ് ഇത് തന്നെ. അങ്ങനെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഈ 4 നമ്മൾ അധികം ലൈറ്റ് വർക്കുകളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, സീലിങ്ങിൽ തന്നെ അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ കത്തുന്നുണ്ട്. അങ്ങനെ ഇതാണ് ഒരു ഹാളിൻ്റെ ടോട്ടൽ. ഇതെനിക്ക് പ്രസവിച്ച് വരുമ്പോൾ അമ്മ തന്നതും, ഇത് മമ്മിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് ഈ ഇടയ്ക്ക്. അങ്ങനെ അത് രണ്ടുമാണ് ഈ 2 വിളക്കുകൾ. അങ്ങനെ ഇതാണ് ഹാളിൻ്റെ മൊത്തത്തിലുള്ളൊരു വ്യൂ. ഇനി വേറൊരു സൂത്രം കാണിച്ചു കേട്ടോ. സൂത്രമല്ല, അതെല്ലാ വീട്ടിലുള്ളതാണ്, എന്നാലും നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ നമ്മുടെ വീട്ടിൽ കാണുമ്പോൾ. അപ്പോൾ ഇതാണ് ഡോറ് ഇങ്ങനെ വന്ന് ഈ ഹോളിലൂടെ നോക്കിയാൽ അപ്പുറത്തെ വീട്ടിൽ ഉണ്ണിയച്ഛനും മേമി ഇരിക്കുന്നത് വരെ നമുക്ക് കാണാൻ പറ്റും. ഇടയ്ക്കൊക്കെ റോഡിലൂടെ ആരൊക്കെ പോകുന്നുണ്ടെന്ന് ഒളിഞ്ഞ് നോക്കണമെങ്കിൽ ഇതിൽ കൂടെ നോക്കാവുന്നതാണ്. സൂം ചെയ്ത് നോക്കാം ഫോണിലാണെങ്കിൽ. അങ്ങനെ അപ്പുറത്തെ വീട്ടിൽ വരെ കാണാൻ പറ്റും. ഇതാണ് എൻ്റെ ഹാൾ വീഡിയോ. ഇനി എന്തെങ്കിലും റൂമിൻ്റെ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ബിലോ. അപ്പം അത്രയേ ഉള്ളൂ. ബൈ. വേറൊരു വീഡിയോ കാണാം.